ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ചെയ്യാതെ തെറ്റ് നിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കാൻ നാട്ടുകാർക്ക് എന്താ വട്ടുണ്ടോടാ? ആ, അത് വട്ട് തന്നെയാ. അമ്മയ്ക്കും അതേ അസുഖം തന്നെയാ. ആദ്യം സ്വന്തം മോനെ വിശ്വസിക്കാൻ പഠിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടോ? ഞങ്ങള് കണ്ടോണ്ടിരിക്കാം. ഇപ്പൊ തന്നെ ഏകദേശം 1 മില്യൺ ആയി. എന്നാലും ഇങ്ങനെയുള്ളവന്മാരുണ്ടല്ലോ, പെൺകുട്ടികളെ വെറുതെ വിടാത്തവന്മാര്. ആ ശരി, എന്താ സംഭവിച്ചെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇന്നത്തെ കാലമല്ലേ, ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. ഒരാളുടെ ഫീച്ചേഴ്സ് പ്രോംപ്റ്റ് ചെയ്താ AI ഇത് ഉണ്ടാക്കി തരുന്ന കാലവാ. ശരി, ഞാൻ വിളിക്കാം. എത്ര പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം എല്ലാരും അറിയുന്നത്. ഇപ്പൊ തന്നെ എത്ര കോളായി. അതെ, പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് അഭിയതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പെൺകുട്ടി എന്തൊക്കെയോ പറഞ്ഞു വെച്ചിരിക്കുക. അതിനൊന്നും വലിയ കാര്യമില്ല. പെൺകുട്ടികൾ എന്ത് പറയുന്നോ അതല്ലേ ജനം വിശ്വസിക്കൂ. ഭൂരിപക്ഷം ആൾക്കാരും അഭി തെറ്റിയെന്ന് പറഞ്ഞാൽ അത് സത്യമായിട്ട് മാറും. വേറൊന്നുകൂടിയുണ്ട് ചെറിയച്ച, ആൾക്കൂട്ടങ്ങളിലും ഇതുപോലുള്ള ബസ്സുകളിലും ഒക്കെ സ്ത്രീകളെ ശല്യം ചെയ്ത് നടക്കുന്ന ഒരുപാട് മാനസിക വൈകല്യമുള്ള ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു വാർത്ത കേട്ടാ അത് സത്യമാണെന്നേ ആളുകൾ കരുതൂ. ആ, അത് വിൽക്കാനും വളരെ എളുപ്പോ. രാവിലെ മുതൽ മനുഷ്യന് സ്വൈര്യമില്ല. ആരൊക്കെയായി വിളിക്കുന്നേ? നാണക്കേട് കാരണം ഇനി എങ്ങനെ മനുഷ്യൻ പുറത്തിറങ്ങി നടക്കും? അതെ അതെ, വല്ലാത്തൊരവസ്ഥയായി പോയി. ആ അഷിതയുടെ ആങ്ങള, ആ ചെറുക്കനൊക്കെ ഇത്ര തരംതിരിഞ്ഞു പോയല്ലോ. ഓ, വേറും കൾച്ചറില്ലാത്ത കുടുംബക്കാരെ ആയിപ്പോയല്ലോ ചേട്ടാ നമ്മള് ബന്ധു വീട്ടുകാരാക്കിയത്. എന്റെ ചേച്ചി, ഇനിയിപ്പോ നമ്മൾ എന്തോ ചെയ്യും? എല്ലാം അന്വേഷിച്ചിട്ടാണ് കല്യാണാലോചന കൊണ്ടുവന്നേന്നല്ലേ എപ്പോഴും പൂർണിമ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്താണ് നീ അന്വേഷിച്ചോണ്ടിരുന്നെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരും കുടുംബത്തിൽ സ്വന്തമായൊരു കൈക്കൂലിക്കാരിയും കൊലപാതകയും ഉണ്ട്. അയ്യോ, സാമ്പത്തികമായി വല്ല നിലയും വില ഉണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. കെട്ടിയ പെണ്ണിന് വല്ല പഠിപ്പോ വിവരവോ കഴിവോ ഉണ്ടോന്ന് ചോദിച്ചാ അതുമില്ല. ഇപ്പൊ അതെ, നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത ചീത്തപ്പേര് നാണക്കേട് ഉണ്ടാക്കിയ ഒരു ആങ്ങളെയും. അയ്യോ, നീ ഒന്ന് ശ്വാസം വിട് ചന്ദ്രമതി. വാർത്ത വന്നതല്ലേ ഉള്ളൂ, അതിന്റെ സത്യം എന്താന്നൊക്കെ അറിയണ്ടേ? ഇനിയിപ്പോ എന്തോ സത്യം അറിയാനാ ചേട്ടാ? തെളിവായിട്ട് വീഡിയോ അല്ലേ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നേ. ഇനിയിപ്പോ അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ. അതെ, ആകെ നാണം കെട്ടു. ഇനി നമ്മൾ എന്തു പറഞ്ഞു ന്യായീകരിച്ചാലും അതൊന്നും ആരും കേൾക്കാൻ പോകുന്നില്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മൾ എങ്ങനെ അറിയാനാ? ചേരേണ്ടത് ചേരാവും. നമുക്ക് കൊള്ളില്ല എന്ന് തോന്നിയ ഒന്നിനെ എല്ലാവരും പറഞ്ഞിട്ടും അതെല്ലാം എതിർത്ത് നിന്റെ ഇഷ്ടത്തിന് ചേർത്ത് വെച്ചതല്ലേ. എന്നിട്ടിപ്പോ നമ്മൾ എങ്ങനെ അറിയാനെന്ന് പറഞ്ഞാ എല്ലാത്തിനും പരിഹാരമാവോ? ഇതൊക്കെ അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും വെറുതെ വിടാനും പറ്റില്ല. എന്റെ മോനും ഈ നാട്ടിലിറങ്ങി നടക്കാനുള്ളതാ. അവന് 4 ആളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയവരുമായി ഒരു ബന്ധം തുടരാനും പറ്റില്ല. ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നീ ഇങ്ങനെ മിണ്ടാൻ നിന്നോണ്ടൊന്നും ഒരു കാര്യമില്ല അഭി. സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയണം. അത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞല്ലേ, പിന്നെ നിങ്ങളൊന്നും എന്താ അത് വിശ്വസിക്കാത്തത്? എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾ എല്ലാവരും കണ്ടതല്ലേ നീ ചെയ്തു കൂട്ടിയത് മുഴുവൻ. എന്ത് കണ്ടെന്നാ? ഒരു എഡിറ്റഡ് വീഡിയോ കണ്ടതുകൊണ്ട് തീരാവുന്നതാണോ നിങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസമൊക്കെ? ദേ അഭി, നീ വെറുതെ കിടന്ന് പ്രസംഗിക്കണ്ട. നിസ്സാര കാര്യമൊന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. വസുമതിയെ, നീ ഒന്ന് അടങ്ങ്. ആദ്യം ഇവൻ പറയാനുള്ളതൊന്ന് പറയട്ടെ. എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്താ ഇവൻ ഈ വിധത്തിലാക്കിയത്. അബി, നീ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് തന്നെയാണ് അച്ഛൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടായെന്ന് നീ തുറന്നു പറ.
ഞാൻ നിങ്ങളോട് എത്ര വട്ടം പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല. അച്ഛനാണ് സത്യം. ഇതിനപ്പുറം എനിക്ക് നിങ്ങൾ എങ്ങനെയാ വിശ്വസിപ്പിക്കേണ്ടത് എനിക്ക് അറിയില്ല അച്ഛാ. നീ വിഷമിക്കാതെ അബി, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ വിശ്വാസം. അത് നീയാണോ തീരുമാനിക്കുന്നത്? നിന്റെ കൂടെ കൂടിയാ അവൻ ഈ പരുവത്തിലായത്. ഓ അതെ, ഇവളുടെ വൃത്തികെട്ട സ്വഭാവം ഇവളിലേക്ക് കുത്തിവെച്ചതുപോലെയായി. ഇത്രയും നാളും ഇവളുടെ തള്ള കാരണമുള്ള നാണക്കേടായിരുന്നു. അതെ, ഇപ്പതാ പുതിയ കാരണമായി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇതുപോലൊരു വൃത്തികെട്ടവന്റെ അമ്മയെന്നാവില്ലേ ഇനി ഞാൻ അറിയപ്പെടുന്നത്? ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ട് നിങ്ങൾ ആരും എന്താ എന്നെ ഒന്ന് വിശ്വസിക്കാത്തത്? എന്തൊരു കഷ്ടമാണിത്. ഞാൻ ചെയ്തിട്ടില്ല. മുത്തശ്ശി മോനെ വിശ്വസിക്കുന്നുണ്ട്. അഷിയുടെ വീട്ടുകാരൊക്കെ ഇതറിഞ്ഞു കാണില്ലേ? അത് ശരിയാ. ഇനി അവരോടൊക്കെ നമ്മൾ എന്തു പറയും? അതെന്താ, അവിടെയുള്ളവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇങ്ങനെ ഒരു നാണക്കേട് ന്യായീകരിക്കാനൊന്നും എന്നെ കിട്ടില്ല. ആരാന്ന് വെച്ചാൽ അവരോട് പോയി സംസാരിക്കും. അമ്മയുടെ സംസാരം കേട്ടാ ഞാനെന്തോ തെറ്റിയത് പോലെ ആണല്ലോ. അതെ, ചെയ്യാതെ തെറ്റ് നിന്റെ പേരിൽ പറഞ്ഞുണ്ടാക്കാൻ നാട്ടുകാർക്ക് എന്താ വട്ടുണ്ടോടാ? ആ, അത് വട്ട് തന്നെയാ. അമ്മയ്ക്കും അതേ അസുഖം തന്നെയാ. ആദ്യം സ്വന്തം മോനെ വിശ്വസിക്കാൻ പഠിക്കും. വസുമതി വേണ്ട. എന്താടാ എന്താടാ നീ പറയുന്നേ? കൊണ്ട് വൃത്തികേട് മുഴുവൻ കാണിച്ചിട്ട് പ്രസംഗിക്കുന്നോടാ. നിന്റെ നാവി വീട്ടിൽ പൊങ്ങിപ്പോവരുത്. എന്നാ പിന്നെ എന്നെ അങ്ങ് തല്ലി കൊല്ല്. നിന്നെ ഞാനിന്ന് ബസുമതി, ചെറിയമ്മ വേണ്ട. ബസുമതി, വേണ്ട. അയ്യോ, തല്ലല്ലേ. വസുമതി വേണ്ട. അടിക്കല്ലേ, അടിക്കല്ലേ. വേണ്ട. ഗിരിജെ ഒന്ന് പറ. ചെറിയമ്മ അയ്യോ, അടിക്കല്ലേ. കുടുംബത്തിലെ മാനം കെടുത്താനായിട്ട് മതി. അവനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? നീ മിണ്ടിപ്പോരുത്. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ബസുമതി, നിർത്ത്. എന്തായി കാണിക്കുന്നേ? എന്തിന്റെ കുറവുണ്ട് ഇവന് കാണിച്ചത്? ആ സ്വന്തം അമ്മയോട് ബഹുമാനം ഇല്ലാത്ത നീ നാട്ടിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കോടാ. ബഹുമാനിക്കോ നീ? വസുമതി മതി, നിർത്ത്. നീ ഇപ്പോഴെങ്കിലും ഒന്ന് വാ തുറന്നല്ലോടാ മോനെ. ഭാഗ്യം. ഇവന്റെ ഈ വൃത്തികേട് കാരണം എന്റെ അഞ്ചൊരു നല്ലൊരു ആലോചന വരാതിരിക്കുന്ന എന്റെ പേടി. മുത്തശ്ശി, പിന്നല്ലാതെ കുടുംബം നശിപ്പിക്കാനുണ്ടായി വിഷവിത്തായി പോയില്ലോടാ നീ. പോയില്ലോടാ നീ. പോയല്ലോ. എന്റെ ചെറിയമ്മ എന്നോടാ പറഞ്ഞു. പോ അങ്ങോട്ട്. അയ്യോ മോളെ, മോളെ മോളെ.